ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സമയം രാത്രിയായിട്ടുണ്ട്. അനഘ ഇപ്പോൾ വാതിലടയ്ക്കാൻ നോക്കുമ്പോൾ അവിടെ മുറ്റത്ത് 2 പേർ പതുങ്ങി നിൽക്കുന്നത് കാണുന്നു. ഇത് കണ്ട് അനഘ ഇപ്പോൾ സന്ദീപിനെയും കമലയുമൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സന്ദീപും കമലയും സ്നേഹയും എല്ലാം കൂടി അവിടേക്ക് വരുന്നു. എന്നിട്ട് മുറ്റത്തിറങ്ങി അവരവിടെ എല്ലാം തിരക്കുന്നുണ്ട്. എന്നാൽ ആരെയും തന്നെ കാണുന്നില്ല. ഈ സമയം ഇവരെല്ലാം മാറിയ സമയത്ത് അടുക്കളയിലേക്ക് ഒരാൾ കയറുന്നുണ്ട്. ഇവരെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മൂർത്തിയുടെ ആളുകളായിരുന്നു. ഇവരെ മാറ്റാനുള്ള തന്ത്രമായിരുന്നു അത്. അങ്ങനെ ഒരാളിപ്പോൾ അടുക്കളയിൽ കയറി ആ പഴങ്കഞ്ഞിയിൽ, നാളെ കൊടുക്കാനുള്ള പഴങ്കഞ്ഞിയിലേക്ക് വിഷം കലർത്തുകയാണ്. അങ്ങനെ ഇപ്പോൾ അതിൽ വിഷം കലർത്തിയതിന് ശേഷം അയാൾ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കമലയും സന്ദീപും സ്നേഹയും അനഘയും എല്ലാം പുറത്ത് ആ 2 പേരെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവിടെ എങ്ങും ആരെയും തന്നെ കാണുന്നില്ല. ഇത് കണ്ട് കമല പറയുന്നുണ്ട്, നിനക്ക് വെറുതെ തോന്നിയതാണെന്ന് അനഘയോട് പറയുന്നു. അകത്ത് കയറ് എന്ന് പറഞ്ഞ് കമല ഇപ്പോൾ എല്ലാവരെയും അകത്ത് കയറ്റി കതക് അടയ്ക്കുകയാണ്. ഈ സമയം അവിടെ വന്ന 2 പേർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മൂർത്തിയെ വിളിച്ച് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന്. നമ്മുടെ പ്ലാനെല്ലാം വർക്കൗട്ടായി എന്നും പറയുന്നു. ഇത് കേട്ടിപ്പോൾ മൂർത്തി പറയുന്നുണ്ട്, നിങ്ങൾ രാവിലെ അവിടെ തന്നെ കാണണം, എന്താണ് സംഭവിക്കുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എന്നെ അറിയിക്കണം എന്ന് മൂർത്തി അവരോട് പറയുന്നു. അങ്ങനെ കമല ഇപ്പോൾ അടുക്കളയിൽ കയറി നാളത്തെ പഴങ്കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ച് കിടക്കാനായി പോകുന്നു. ഈ സമയം വീണ്ടും ശേഷം കാണിക്കുന്നത് ഇപ്പോൾ സച്ചിയാണ്. സച്ചി ഇപ്പോൾ ചിപ്പിമോളുടെ കൂടെ തന്നെയാണ് ഉള്ളത്. ചിപ്പിയെ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ജെനി വന്ന് വിളിക്കുന്നുണ്ട്. ഈ സമയം സച്ചി ചിപ്പിയെയും കൊണ്ട് വന്ന് കൈയൊക്കെ കഴുകിച്ച് അവിടെ കൊണ്ടിരുത്തുന്നു. ജെനി ഇപ്പോൾ ചിപ്പിമോൾക്കുള്ള കഞ്ഞിയും സച്ചിക്ക് വേണ്ടി ചോറും കറികളും ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് സച്ചി പറയുന്നുണ്ട്, അയ്യോ എനിക്ക് കഞ്ഞി തന്നെ മതിയായിരുന്നല്ലോ എന്ന്. ഇത് കണ്ടിപ്പോൾ ചിപ്പി പറയുന്നുണ്ട്, അത് സാരമില്ല അങ്കിളെ, അങ്കിള് ചോറ് തന്നെ കഴിച്ചാൽ മതി, എനിക്ക് പനിയായതുകൊണ്ടല്ലേ ഞാൻ കഞ്ഞി കുടിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മോൾക്ക് അങ്കിള് കഞ്ഞി തരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ചിപ്പിക്ക് സച്ചി കഞ്ഞി കൊടുക്കുകയാണ്. മേഡം വരുമ്പം ഇതെങ്ങാനും അറിഞ്ഞാൽ അതോടെ എൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് ജെനി പറയുന്നുണ്ട് അവരോട്. അതിന് അങ്കിൾ ഈ വീട്ടിൽ വന്ന കാര്യം അമ്മ അറിയാതിരുന്നാൽ പോരെ അല്ലേ അങ്കിളെ എന്നിപ്പോൾ ചിപ്പി പറയുന്നുണ്ട്. ഉടനെ സച്ചിയും പറയുന്നു, അതെ, ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുമില്ല, മോളെ കണ്ടിട്ടുമില്ല, കഞ്ഞി തന്നിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിയും ചിപ്പിയും കൂടി ഇപ്പോൾ ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജെനി പറയുന്നുണ്ട്, നിങ്ങൾക്ക് 2 പേർക്കും ചിരിക്കാം, അത് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിലാണ് തീ എന്ന് ജെനി പറയുന്നത് കേട്ട്, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അമ്മ വരുന്നത് വരെ മോള് സന്തോഷമായിട്ടിരിക്കണം, അത്രയേ ഉള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ട്. ഇനി അങ്കിളിന് ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞ് സച്ചിക്കും കഞ്ഞി കോരി കൊടുക്കുകയാണ് ചിപ്പി. അങ്ങനെ ഇപ്പോൾ വീണ്ടും സച്ചി ചിപ്പിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ 2 പേരും വളരെയധികം സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ച് ഇപ്പോൾ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചിപ്പിമോൾക്കുള്ള മരുന്നൊക്കെ എടുക്കുകയാണ് സച്ചി. ചിപ്പിക്ക് ഒട്ടും തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല. മരുന്ന് കഴിക്കാൻ വളരെയധികം മടി കാണിക്കുന്നുണ്ട് ചിപ്പി. അതിന് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് മരുന്നൊന്നും വേണ്ട, ഞാനിപ്പോൾ മിടുക്കിയായില്ലേ എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ, പനി മുഴുവനായിട്ടും പോയിട്ടില്ല, മരുന്ന് കഴിച്ചില്ലെങ്കിൽ പനി ഇനിയും വരും എന്ന് സച്ചി പറയുമ്പോൾ, എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ് ചിപ്പി. ഇങ്ങനെ കിടന്ന് ചാടുന്നതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ജെനി വന്നിട്ട് കണ്ട് പറയുന്നുണ്ട്, ആ കൊള്ളാം, കുറച്ച് മുന്നേ വരെ പനിയാണെന്ന് പറഞ്ഞ് മൂടിപ്പൊത്തിച്ച് കിടന്ന കൊച്ച ഇപ്പോൾ ദേ ഡാൻസ് കളിക്കുന്നു, ആ മരുന്ന് കൊടുത്തിട്ടേ മോളെ കിടത്തി ഉറക്കാവുള്ളേ സാറേ എന്ന് ജെനി ഒന്നുകൂടി സച്ചിയോട് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഇപ്പോൾ ചിപ്പിയോട് മരുന്ന് കഴിക്കുന്നു പറഞ്ഞ് ഇപ്പോൾ ചിപ്പിയെ കൊണ്ട് ഒരുവിധം മരുന്ന് കഴിപ്പിച്ചിരിക്കുകയാണ്. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഡാൻസൊന്നും ചെയ്യാൻ പാടില്ല, കിടന്നുറങ്ങണം എന്ന് സച്ചി ചിപ്പിയോട് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, അങ്കിൾ ഞാൻ ഉറങ്ങുന്നത് വരെ അങ്കിൾ എൻ്റെ കൂടെ ഇരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെന്താ, ഇരിക്കാമല്ലോ, മോൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ അങ്കിൾ പോകുന്നുള്ളൂ എന്ന് സച്ചിയും പറയുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചി ചിപ്പിയെ മടിയിലേക്ക് കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ചിപ്പി ഇങ്ങനെ മടിയിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് അർച്ചനയും കുഞ്ഞിനെയും കുറിച്ച് ആലോചിക്കുകയാണ് സച്ചി. അർച്ചന കുഞ്ഞിനെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തതും സച്ചി കുഞ്ഞിനെ കയ്യിലെടുത്തതും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് കരയുകയാണ് സച്ചി. എന്നാൽ കാണാതായിരിക്കുന്ന തൻ്റെ സ്വന്തം മകൾ തന്നെയാണ് സച്ചിയുടെ മടിയിൽ കിടക്കുന്നെന്നുള്ള കാര്യം സച്ചി അറിയുന്നില്ല.
അങ്ങനെ സച്ചിയുടെ കണ്ണീര് ചിപ്പി മോളുടെ മുഖത്ത് വീഴുന്നുണ്ട്. ഇത് കണ്ട് ചിപ്പി ഇപ്പോൾ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്തിനാ കരയുന്നത് എന്ന്. ഉടനെ സച്ചി പറയുന്നുണ്ട്, അങ്കിളുടെ മകളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചതാണെന്ന്. ഉടനെ അപ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട്, ആരാ, ഇന്ദുട്ടിയെക്കുറിച്ച് ആലോചിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഏയ് അല്ല. അപ്പോൾ പിന്നെ അമ്മൂട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഏയ് അതുമല്ല, അവർ രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷേ അവർ രണ്ടുപേരുമല്ലാത്ത മറ്റൊരു മകൾ കൂടി ഈ അങ്കിളിനുണ്ട്. ആ മോളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്കിളിന് സങ്കടം വരുമെന്ന് ചിപ്പിയോട് പറയുകയാണ് സച്ചി. അതാരാ അങ്ങനെയൊരു മോള്, ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചിപ്പി പറയുമ്പോൾ ആ മോൾ എവിടെയാണെന്നും ചിപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതാണ് അങ്കിളിൻ്റെ ഏറ്റവും വലിയ സങ്കടം. എൻ്റെ മോള് ഇപ്പോൾ എവിടെയാണെന്നുള്ളത് എനിക്കും അറിയില്ല. ഇത് കേട്ട ഉടനെ ചിപ്പി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് എനിക്കറിയാത്തതുപോലെ അല്ലേ അങ്കിളെ? സച്ചി അങ്കിൾ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ അച്ഛനെ എപ്പോൾ മിസ് ചെയ്താലും സച്ചി അങ്കിളിനെ ഓർത്താൽ മതിയെന്ന്? എപ്പോൾ വിചാരിച്ചാലും ഞാൻ അടുത്തുണ്ടാകുമെന്നും പറഞ്ഞില്ലേ? അതുപോലെ തന്നെ അങ്കിളിന് ഞാനുമുണ്ട്. ആ കുഞ്ഞുമോളെ എപ്പോൾ മിസ് ചെയ്താലും അങ്കിൾ എന്നെ ഓർത്താൽ മതി. അങ്കിളിന് ഞാനുണ്ട് കേട്ടോ എന്നൊക്കെ ചിപ്പി ഇപ്പോൾ പറയുന്നത് കേട്ട് സച്ചി ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ സച്ചി ഇപ്പോൾ ചിപ്പി മോളെ ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ ഇന്ന് വളരെയധികം ഹാപ്പിയാണ്. എനിക്ക് ഇന്ന് എൻ്റെ അച്ഛനെയും അമ്മയും തിരിച്ച് കിട്ടിയതുപോലെ അതുപോലൊരു സന്തോഷം എന്നൊക്കെ ചിപ്പി ഇപ്പോൾ സച്ചിയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട്, എനിക്കൊരു പാട്ട് പാടി തരാമോ എന്ന്. അങ്ങനെ സച്ചി ഇപ്പോൾ പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ശേഷം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചന കട്ടിലിരുന്ന് തുണിയൊക്കെ മടക്കി വെക്കുന്നുണ്ട്. ഈ സമയം ശിശിര ഇപ്പോൾ അവിടേക്ക് വരുന്നു. വന്നിട്ട് ശിശിര പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. എന്ത് കാര്യമാണ് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒരു കല്യാണ കാര്യമാണെന്ന് പറയുന്നുണ്ട്. ശിശിര പറയുമ്പോൾ അതെന്താ, പ്രണയമാണോ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു. അതെന്താ ഒന്നും അറിയാത്തതുപോലെ, അമ്മ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ശിശിര അർച്ചനയോട് ചോദിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അർച്ചന പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ പറയാമെന്ന് ശിശിര പറയുന്നു. എനിക്കൊരാൾ ഇഷ്ടമാണ്, രാജീവേട്ടനെ എന്ന് ശിശിര പറയുമ്പോൾ ആ പോലീസുകാരനെ അല്ലേ, അയാൾ നേരത്തെ വിവാഹം കഴിച്ചതാണോ എന്നിപ്പോൾ അർച്ചന ചോദിക്കുന്നു. ഉടനെ ശിശിര പറയുന്നുണ്ട്, അല്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല. പിന്നെ പ്രധാന കാരണം ഗോകുലിനും അമ്മയ്ക്കും രാജീവേട്ടന് ഇഷ്ടമല്ലായിരുന്നു എന്ന് ശിശിര പറയുമ്പോൾ ഇപ്പോൾ ഇഷ്ടമാണോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. ഉടനെ ശിശിര പറയുന്നുണ്ട്, അതിനാണ് എനിക്ക് സമൃദ്ധിയുടെ സഹായം വേണ്ടത്. അമ്മയ്ക്ക് പകുതി സമ്മതമുണ്ട്, പക്ഷേ ഗോകുലിനെ സമൃദ്ധ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞാൽ ഗോകുൽ അത് കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട്, സമൃദ്ധ പറഞ്ഞാൽ മാത്രമേ ഗോകുൽ അത് കേൾക്കൂ. പ്ലീസ് സമൃദ്ധ, എങ്ങനെയെങ്കിലും ഇതൊന്ന് സമ്മതിപ്പിച്ച് തരണം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോകും. അത് പിന്നെ നിങ്ങൾക്ക് നാണക്കേടാകും. ഇത് കേട്ട് ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആദ്യം ഒന്ന് അമ്മയോട് സംസാരിക്കാം, പിന്നെ ഗോകുലിനോട് പറയാം. ചേച്ചി സമാധാനമായിരിക്കും, നമുക്ക് എന്തെങ്കിലും തീരുമാനമുണ്ടാക്കാമെന്ന് അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെയധികം ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് ശിശിര. സമയം പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ രാവിലെ ആയിരിക്കുന്നു. സ്നേഹയും അനഘയും കൂടി പഴങ്കഞ്ഞിക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. കമലയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അമ്മയെ നോക്കി നിൽക്കേണ്ട, നമുക്ക് തന്നെ സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് വെച്ചേക്കാം എന്ന് പറഞ്ഞ് അനഘയും സ്നേഹയും കൂടി അതെല്ലാം എടുത്തു വെക്കാൻ ഒരുങ്ങുകയാണ്. ശേഷം ശിശിരയെ കാണിക്കുന്നുണ്ട്. ശിശിര ഇപ്പോൾ തൻ്റെ സ്വർണമെല്ലാം എടുത്ത് ബാഗിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. ഈ സമയം താഴെ നിന്നും ശിശിരയെ ഇപ്പോൾ ശോഭന വിളിക്കുന്നുണ്ട്. നീ അവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ച് ഇപ്പോൾ ശോഭന അവിടേക്ക് വരുന്നു. അങ്ങനെ ശിശിരയെല്ലാം ധൃതി പിടിച്ച് ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ഇപ്പോൾ ശോഭന ചോദിക്കുന്നത്, നീ രാവിലെ തന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. എനിക്ക് അമ്പലത്തിലേക്ക് പോകണം എന്ന് ശിശിര പറയുമ്പോൾ, നീ എങ്കിൽ 5 മിനിറ്റ് നിൽക്ക്, ഞാനും കൂടി വരാം എന്ന് ശോഭന പറയുന്നുണ്ട്. അപ്പോൾ ശിശിര പറയുന്നുണ്ട്, അതിനുള്ള സമയമൊന്നുമില്ല, എനിക്ക് ഞാൻ വേറൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എനിക്കതിനുള്ള പ്രായമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശിശിര. അങ്ങനെ ഇപ്പോൾ ശിശിര ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ് ശോഭനയെ കൂട്ടാതെ. ശിശിര പോയ സമയം ഇപ്പോൾ ശോഭന പറയുന്നുണ്ട്, ഇവളിത് എന്തിനുള്ള പുറപ്പാടാണ്, വേറൊന്നുമല്ല, രാജീവിനെ കാണാനുള്ള പോക്കായിരിക്കും ഇത്, വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. തിരിച്ചിങ്ങി വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശോഭന ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശിശിരയെ അവിടെ നിന്നും പോകുന്നു. ശേഷം കാണിക്കുന്നത് കമലയാണ്. കമല അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിനിടയിൽ കമലയുടെ സാരിത്തുമ്പിൽ തീ പിടിക്കുന്നു. അത് 2 പേർ കണ്ട് ഓടി വന്നത് അണയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അവിടേക്ക് തിരുമേനി വന്നിട്ട് പറയുന്നു, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ നിൽക്കുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട്, ഇതെന്തോ ഒരു ആപത്ത് വരാനുള്ള സൂചനയാണല്ലോ എന്ന്.
ഇതൊക്കെ ദുശകനമാണല്ലോ എന്ന് പറയുന്നത് കേട്ട് തിരുമേനി പറയുന്നുണ്ട്, അതോ അങ്ങനെയൊന്നുമല്ല, ഏതോ ഒരു ആപത്ത് ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചാൽ മതി, തൊഴുത് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ തിരുമേനി കമലയ്ക്ക് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കമല. അങ്ങനെ ഇപ്പോൾ അവന്തികയെ കാണിക്കുന്നുണ്ട്. അവന്തിക കാറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം മൂർത്തി അവന്തികയെ വിളിക്കുന്നു. മേഡം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടക്കും. ഇന്നലെ രാത്രി അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ തള്ളയുടെ പഴങ്ങഞ്ഞി കടയിലെ അവസാനത്തെ കച്ചവടമാണിത് എന്നൊക്കെ മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അവൻ ഒറ്റൊരുത്തൻ, അവനാണ് എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ മുന്നിൽ നിർത്തി അവൻ എന്നോട് വൈരാഗ്യം തീർക്കുകയാണ്. ഏത് നിമിഷവും ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാം അല്ലേ എന്ന് മൂർത്തിയോട് അവന്തിക ചോദിക്കുന്നുണ്ട്. മേഡം വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും, ശരി എന്ന് പറഞ്ഞ് മൂർത്തി ഫോൺ വയ്ക്കുന്നു. ശേഷം ഇപ്പോൾ സച്ചി വീട്ടിലേക്ക് വരുന്നുണ്ട്, കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ. ഈ സമയം അമ്പലത്തിൽ നിന്ന് കമലയും വരുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് മൂർത്തിയുടെ 2 ആളുകൾ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മൂർത്തി എല്ലാ കാര്യങ്ങളും വിളിച്ച് അറിയിക്കുകയാണ് ആ 2 പേർ. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് അനഘയും സ്നേഹയും കൂടി പഴങ്കഞ്ഞിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചിയോട് കമല ചോദിക്കുന്നുണ്ട്, മോൻ എന്തെങ്കിലും കഴിച്ചോ എന്ന്. അപ്പോൾ കഴിച്ചില്ല എന്ന് പറയുമ്പോൾ കഴിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് കമല. ഇതുവരെ ഇവിടെ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇന്നെങ്കിലും ഇച്ചിരി ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞ് സ്നേഹയെ അവനുള്ളതെല്ലാം എടുത്തു വെക്കെന്ന് പറഞ്ഞ് സ്നേഹയെ പറഞ്ഞേൽപ്പിക്കുകയാണ് കമല. അങ്ങനെ ഇപ്പോൾ സച്ചിക്ക് തന്നെ ആദ്യമായി അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിൽ വിഷം കലർത്തിയിട്ടുള്ള കാര്യം അവർക്ക് ആർക്കും തന്നെ അറിയില്ല. ആ വിഷം കലർന്ന ആഹാരമാണ് ഇപ്പോൾ സച്ചി കഴിക്കുന്നത്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ സച്ചി അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥിരം കഴിക്കുന്ന 2-3 പേരും കൂടി അവിടേക്ക് പഴങ്കഞ്ഞി കുടിക്കാനായി വന്നിട്ടുണ്ട്. സച്ചി ആ പഴങ്കഞ്ഞി കുടിക്കുന്നത് ആ മൂർത്തിയുടെ 2 ആളുകൾ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.